നമസ്കാരം. നവകേരള ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് PMJBK പദ്ധതിയിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഇടമിളക്കൽ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി B. അബ്ദുൾ റഹീമാൻ അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. CPIയും BJPയും ഇതിൽ നിന്നും വിട്ടുനിന്നു. നവകേരള ന്യൂസ് ആയി. നമുക്ക് ഈ ചടങ്ങ് അങ്ങനെ ചേർക്കാം. മിസ്റ്റൂടെ വന്നിട്ട് നിൽക്കാറുണ്ട്. എല്ലാവരും സൈഡിലോട്ട് നിന്നാ ഫോട്ടോ കിട്ടിയാൽ ഒന്നും കിട്ടിയില്ലല്ലോ. ഇല്ല. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. ഈ യോഗത്തിന് ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ബഹുമാന്യനായ സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ B. അബ്ദുൾ റഹ്മാൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഔപചാരികമായ ചടങ്ങുകൾക്ക് മുമ്പ് വൈകുന്നേരം 7:20 ഫ്ലൈറ്റിൽ എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടിയുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരുടെയും അനുമതിയോടുകൂടി ഈ സംരംഭത്തിന് ആശംസകൾ അർപ്പിക്കാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഒരു വനിതാ ഹോസ്റ്റൽ ആരംഭിക്കുന്നതിനാവശ്യമായ സംരംഭം സാധ്യമാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേന്ദ്ര മന്ത്രി കൂടിയായ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ കേരളം ഉറ്റുനോക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹത്തെയും വളരെ ചടുലതയോടുകൂടി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന ന്യൂനക്ഷേമ വകുപ്പിൻ്റെയും കായിക വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ അവരുകളെയും രണ്ടുപേരെയും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ പാർലമെന്റിന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ 7:20 ഫ്ലൈറ്റിൽ പോകേണ്ടിയുള്ളത് കൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഒരു ആശംസയ്ക്കുള്ള അനുമതി വാങ്ങിയത്.
ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സമയബന്ധിതമായി ഈ സംരംഭത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് കൂടി പ്രത്യേകം പ്രത്യാശിച്ച് ആശംസകൾ നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന മുരളിയെ ക്ഷണിച്ചു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിനമാണ് ഇന്ന് ഈ യോഗം. കാരണം കൊല്ലം ജില്ലയിലെ നമ്മുടെ പുനലൂർ താലൂക്കിൽ അഞ്ചൽ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഇടമലക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ റവന്യൂ വകുപ്പ് പട്ടയം നൽകിയ 50 സെന്റ് ഭൂമിയിൽ 3 നിലകളോട് കൂടിയ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, അതായത് 2.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇതും 2018-19 പദ്ധതി പ്രകാരം ആണ് നമ്മൾ ഇതിൻ്റെ ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമുക്ക് അതിന് തുക അനുവദിക്കുകയും അതിൻ്റെ പ്ലാനും എല്ലാം തയ്യാറാക്കിയെങ്കിലും നമുക്കിവിടെ ഭൂമി കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി നമുക്കിവിടെ ഭൂമി കിട്ടിയത്. ഒക്കെ പറഞ്ഞാലും ഇതിനു വേണ്ടി കൂടുതൽ പ്രയത്നിച്ചത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ ഭരണസമിതി അംഗം, അതായത് ഞാൻ കയറുന്നതിന് മുന്നേ ഇരുന്ന പ്രിയപ്പെട്ട രാധാ രാജേന്ദ്രൻ അവറുകളാണ് കൂടുതലായിട്ട് ഇതിന് ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അനുഭവിച്ചത്. കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മന്ത്രി ഓഫീസുകളിലും മറ്റും കയറി ഈ ഭൂമി വിട്ട് കിട്ടുന്നതിന് വേണ്ടി. അതിൻ്റെ ഫലമായിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഭൂമി വിട്ട് കിട്ടുകയും പിന്നീട് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഭരണാനുമതിയും വാങ്ങിച്ചു നമ്മുടെ TK എഞ്ചിനീയറിംഗ് കോളേജിൽ ചെന്ന് DPR ഒക്കെ തയ്യാറാക്കി ആയപ്പോൾ നമുക്ക് ഇച്ചിരി താമസം വന്നു. ശ്രീ D. അബ്ദുൾ റഹ്മാൻ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരുടെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട RDO സുരേഷ് ബാബു അവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ഇതിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രീമതി ഇന്ദു SS-നെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പും കേരള ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും സംയുക്തമായി നിർമ്മിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേമ വകുപ്പ് കേരളത്തിൽ ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടത്തി വരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. ഇന്നത്തെ ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി കൂടിയായിട്ടുള്ള ന്യൂനപക്ഷ മേഖലയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം തന്നെ സുപരിചിതനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അവരുകളാണ്. ആരംഭിച്ചതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നു വരുന്നുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം നമുക്ക് ലഭ്യമാകുന്ന പദ്ധതികൾ 60% തുക കേന്ദ്ര ഗവൺമെന്റും 40% തുക
സംസ്ഥാന ഗവൺമെൻറ്റും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് കഴിയാറില്ല ഈ പദ്ധതികൾ പലപ്പോഴും. അതിന് കാരണം പല സമയങ്ങളിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ നൽകുമ്പോൾ ആവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള താമസമാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഈ പദ്ധതി സ്വല്പം വൈകാൻ കാരണം അത് തന്നെയാണ്. നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. ഇത് ഇന്ന് നമ്മളിവിടെ കെട്ടിടം നിർമ്മിച്ചു. രണ്ട് വർക്കുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയിട്ട്. ഒന്നാണ് ഇത്, അതോടൊപ്പം തന്നെ സ്കൂളിലെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന പണം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ഹോസ്റ്റൽ അയ്യൂരിൽ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ചുമതല ബ്ലോക്ക് പഞ്ചായത്തിനാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ പരിപാലനം നടത്തി പോകാൻ നമുക്ക് കഴിയണം. ഏറ്റവും സുന്ദരമായിട്ടുള്ള പ്രദേശമാണ്. എനിക്ക് തോന്നുന്നു അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ നിർവഹണം നടത്തിയാൽ കുറെ കൂടി കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ പദ്ധതികൾ ഇനിയും നമുക്ക് ലഭ്യമാകാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പൂർണ്ണ സഹായം നമുക്ക് വേണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. 38 പ്രപ്പോസലുകൾ നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതുകൂടി അംഗീകരിച്ച് തരുന്നവർക്ക് അത് ഇത്ര താമസം വരാതെ തന്നെ സമയബന്ധിതമായി തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാവിധ ആശംസകളും ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു പദ്ധതി വന്നതിന് ശേഷം കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഒരു മന്ത്രി പങ്കെടുക്കുന്ന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടാമത്തെ ഒരു ചടങ്ങിലാണ്. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് അദ്ദേഹം ഈ ചടങ്ങിൽ നമ്മോടൊപ്പമുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ സഹമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അവർകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നന്ദി, നമസ്കാരം. അധ്യക്ഷൻ ശ്രീ വി അബ്ദുൾ റഹിമാൻ, ബഹുമാനപ്പെട്ട സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, ഇതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. കാരണം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാണ്. മുഴുവൻ സ്ത്രീകളാണ് ഇരിക്കുന്നത്. സൂര്യൻ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണമാണെങ്കിലും അധികം സമയം ഞാൻ എടുക്കുന്നില്ല. ആദ്യമായിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയെയും അതുപോലെ തന്നെ കേരള സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ രീതിയിൽ ഒരു വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിന്. ഇവിടെ പറഞ്ഞതുപോലെ 2.5 കോടി രൂപയാണ് ഈ ഹോസ്റ്റലിന് വേണ്ടി വിനിയോഗിക്കുന്നത്. വളരെ നല്ല ഒരു കെട്ടിടം പണിയാൻ വേണ്ടി സാധിക്കും. 1.5 കോടി കേന്ദ്ര ഗവൺമെൻറ് തരും. 1 കോടി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതായിരിക്കും. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ താമസിക്കുന്നത് കൊണ്ട് പരിപാലനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ ഹോസ്റ്റൽ പ്രവർത്തിക്കട്ടെ എന്നും അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കട്ടെ എന്നും അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഹോസ്റ്റലിൻ്റെ നിർമ്മാണ പ്രക്രിയ തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കുഴപ്പമില്ല, വേഗം പോകാം. ഇതിന്റെ ഫോട്ടോ അവതരിപ്പിക്കുന്നതിന് വേണ്ടി
7 മണി ഇവിടെ നമ്മുടെ ഇവിടുത്തെ യോഗം തീർന്നിട്ടില്ല. മന്ത്രിക്ക് പോകേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് പോകേണ്ടത്. എല്ലാ പ്രതിനിധികൾക്കും വേണ്ടി യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രസിഡന്റ്, നമ്മുടെ ഉദ്ഘാടനം ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്നിവിടെ ഒരു പുതിയ സംരംഭത്തിന് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ യോഗം തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ വീഡിയോ, ഇതിൻ്റെ എല്ലാം നേതൃത്വം നൽകിയ വീഡിയോയ്ക്ക് സ്വാഗതം പറയാൻ വിട്ടുപോയി. വീഡിയോയ്ക്ക് കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നന്ദി പറയുന്നതിന് വേണ്ടി വീഡിയോയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്നിനെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യക്ഷം വഹിച്ച സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ഓമന മുരളിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.